എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും പണി ഞാൻ കൊടുത്തിരിക്കും. ഓക്കെ മോളെ, അത് മതി. പറ്റുന്ന പോലെ ചെയ്യാം. നിനക്ക് കുഴപ്പമുണ്ടാവരുത്, എനിക്ക് അത്രേ ഉള്ളൂ. അത് ഞാൻ സൂക്ഷിച്ചോളാം അപ്പച്ചി. അത് മതി. അപ്പൊ ശരി മോളെ. ശരി അപ്പച്ചി. ഇത് പറ്റിക്കില്ല നാത്തൂനെ. നമ്മളെ പറ്റിക്കുന്ന 1-2 സാധനങ്ങൾ അശുമോക്ക് വേണ്ടി വാങ്ങിയിട്ട് ബാക്കി മുഴുവൻ ദുർഗയ്ക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ തന്നെയാ. അതങ്ങനെ വരുമെന്ന് എനിക്കറിയാം. ഇത്രയൊക്കെ ചതി ദുർഗ ചെയ്തിട്ടും ഇവർക്ക് രണ്ടുപേർക്കും അവളോടാ പ്രിയം. അന്തസായി നാടും വീട്ടുകാരും അറിഞ്ഞ് കല്യാണം കഴിപ്പിച്ചയച്ചത് എന്റെ മോളെയാ. അത് മറക്കണ്ട. അല്ല, എന്തിനപ്പ ഇങ്ങനൊരു സംസാരം? ഓ, ദുർഗമോള് നട്ട മാവിൽ ആദ്യമായിട്ടുണ്ടായ മാങ്ങ ആയതുകൊണ്ടാ അമ്മ മോൾക്ക് കൊടുത്തുവിടാന്ന് കരുതിയത്. അല്ലെങ്കിൽ തന്നെ ഇന്ദ്രപ്രസ്ഥം പോലൊരു വീട്ടിലേക്ക് ഈ ചക്കിയും മാങ്ങയായിട്ടൊക്കെ കയറി ചെല്ലാൻ നാണക്കേടാവില്ലേ? എന്തേ കൊണ്ടുപോലെന്താ? അല്ല, നിങ്ങൾ എന്തിനാ നാണം കിടന്നത്? ചക്ക ആയിരുന്നാലും മാങ്ങ ആയിരുന്നാലും തേങ്ങ ആയിരുന്നാലും കൊണ്ടുപോകുന്നത് ഞാനല്ലേ, പിന്നെ എന്ത്? അയ്യോ, എന്ത് ബന്ധം പറഞ്ഞാ താൻ അങ്ങോട്ട് പോകുന്നത്? ഈ വീട്ടിലെ ആരെങ്കിലും ആണോ താൻ? വസുമതി വേണ്ട, ഞാൻ പറഞ്ഞിട്ടാ കൂട്ടം പോണത്. അയ്യോ, ഇയാൾ ആ വീട്ടിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ശരി, ഞാൻ പോകുന്നില്ല. ആ ഒരു കാര്യം ചെയ്, ഇതെല്ലാം കൊണ്ട് വസുമതി തന്നെ പൊയ്ക്കോ. ആ ചെല്ല്. മാറിയില്ല അങ്ങോട്ട്. തലയിൽ വെച്ചോ, എന്നിട്ട് കൊണ്ടുപോ. കൊണ്ടുപോ, കൊണ്ടുവയ്ക്കോ, കൊണ്ടുവയ്ക്കോ. കൊണ്ടുപോരുത്. എന്താ പോകുന്നില്ലേ? കൊണ്ടുവയ്ക്കോ. അല്ല കുട്ടാ, തൊടല്ല, കൈയിട്, കൈയിട്. എന്റെ തലേന്ന് എടുക്കാൻ സംസാരിച്ചോണ്ട് നിൽക്കാതെ എടുക്ക്. എന്താ വസുമതി, നീ ഇതും കൊണ്ട് പോകുന്നുണ്ടോ? എടോ എടുക്കാൻ. എടോ എന്റെ തല. വേണമെങ്കിൽ പൊക്കോ, എനിക്ക് ഒരു പരാതിയില്ല. ചെല്ല്. എന്റെ അമ്മേ, വേണ്ട, താൻ തന്നെ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയിക്കോ, എടുക്ക്. അങ്ങനെ വഴിക്ക് വാ. എടോ, എന്റെ തല ഇപ്പൊ പൊട്ടിപ്പോയനെ. താൻ എന്ത് പണി കാണിച്ചേ? തന്റെ ചക്ക വയ്ക്കാനുള്ള തലയാണോ ഇത്? ഇനി ഞങ്ങൾ തടഞ്ഞൊന്നും വേണ്ട. അത് തന്നെ, താൻ എന്തെങ്കിലും ചെയ്യാം. കൊണ്ടുപോയിക്കോ. തലക്ക് എന്തെങ്കിലും പറ്റിയോ നാത്തൂനെ? എന്റെ തല പൊട്ടിപ്പോയി. ചെയ്യാൻ പാടില്ലാത്തതാണ്. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചതാ. പക്ഷേ ഇവർക്കൊക്കെ ഈ വിദ്യയെ പറ്റൂ. എനിക്ക് മനസ്സിലായി കുട്ടാ. ഇതല്ല, ഇതിനപ്പുറം കണ്ടവനാ ഈ കുട്ടമ്പിള്ള. അതെന്തായാലും നന്നായി കുട്ടാ. വെരി ഗുഡ്. പൂർണിമ ചേച്ചിയും സഞ്ജയേട്ടനെ ഒന്നിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചെങ്കിലും അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാ മതി, അതുപോലെ ചെയ്യാം. അത്രല്ലേ എന്നെ കൊണ്ട് പറ്റൂ. അവര് രണ്ടുപേരും തമ്മിൽ കാണാനും സംസാരിക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതിനെന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ആലോചിക്കണം. എന്തെങ്കിലും പറഞ്ഞ് രണ്ടുപേരെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയാലോ? അതൊക്കെയാണ്, പക്ഷേ എന്തു പറഞ്ഞ് വിളിച്ചു വരുത്തും? ഒഫീഷ്യൽ കാര്യം പറഞ്ഞാ അവരാ രീതിയിലേ പെരുമാറും. അതെ, അത് ശരിയാ. രണ്ടുപേരുടെയും മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിലാവണം ആ കൂടിക്കാഴ്ച. അതിനൊരു നല്ല സന്ദർഭം കിട്ടണം. അങ്ങനെയാണെങ്കിൽ അടുത്ത് തന്നെ പൂർണിമയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. എല്ലാ വർഷവും ആ ദിവസം സഞ്ജയ് അവളെ കാണാൻ ശ്രമിക്കാറുണ്ട്. കൊള്ളാം, അതൊരു നല്ല ചാൻസാ. അത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പണ്ട് അവരൊന്നിച്ചു പോവാറുള്ളൊരു കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ അവരെ രണ്ടുപേരെ എത്തിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്ക്. അത് കലക്കി. നാളിനിയമ്മ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. വൈബ് ജെൻസി മൈൻഡൊക്കെ ഉണ്ട്, അല്ലേടോ? അതെ അതെ, ഇത്രയൊക്കെ ഐഡിയ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾ അറിയാതെ പോയല്ലോ. സത്യം. നളിനിയമ്മ പറഞ്ഞ ആ കോഫി ഷോപ്പ് ഏതാ?
ഷോ ആ കടയുടെ പേര് ഞാൻ ഓർക്കണില്ല. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്. പൂർണിമയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നോക്കിയാൽ മതി. ആ, അതിൽ അവർ ഒന്നിച്ച് കോഫി ഷോപ്പിൽ നിന്ന് എടുത്ത കുറെ ഫോട്ടോസ് ഉണ്ട്. സൂപ്പർ, അത് മതി. അപ്പോ ഈ ഐഡിയ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ ഓക്കേ. ഓക്കെ ഓക്കെ, ഓക്കെ. ഡൺ. ഹലോ അമ്മേ. മോളെ, ഒരു കാര്യം പറയാനാ അമ്മ വിളിച്ചേ. എന്താ അമ്മേ? ആ കുട്ടമ്പിള്ളെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? ഇവിടുന്ന് കുറെ ചക്കയും മാങ്ങയൊക്കെ അവിടെ കൊണ്ടുതരാൻ വരുന്നതാ. നിനക്കും എന്തൊക്കെയോ മുത്തശ്ശി കൊടുത്തു വിടുന്നുണ്ട്. എന്താ? എനിക്കോ? എനിക്ക് ചക്കയും മാങ്ങിയൊന്നും വേണ്ട. നിനക്കെന്തൊക്കെയോ ബേക്കറി സാധനങ്ങളാ വാങ്ങിച്ചു കൊടുത്തു വിടുന്നത്. ഇത് പറയാനാണോ അമ്മ വിളിച്ചേ? അല്ല മോളെ, നീ ആ കുട്ടമ്പിള്ളെ അവിടെ വരുമ്പോ അയാൾക്കിട്ടൊരു പണി കൊടുക്കണം. എന്തു പണി? ഇങ്ങ് താ നാത്തൂനെ, ഞാൻ പറയാം. ആ, ഞാനേ ഗിരിജിക്ക് കൊടുക്കാം. ആ. ദാ. ഹലോ മോളെ, അപ്പച്ചിയാ സംസാരിക്കുന്നേ. പറയൂ അപ്പച്ചി. അന്ന് കിരണും ദുർഗയും ഇവിടെ വന്നപ്പോ അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പായസം ഞങ്ങളെ കൊണ്ട് കുടിപ്പിച്ച് ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ ബാത്റൂമിലാക്കിയതേ ആ കുട്ടമ്പിള്ള ഒരുത്തനാ. അയാൾക്ക് അതേ രീതിയിൽ തന്നെ പണി കൊടുക്കണം. അയ്യോ, ഇവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പച്ചി. അങ്ങനെ ചെയ്താ അത് ഞാൻ ചെയ്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയും. ഓ, അതോടെ അന്ന് തന്നെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുകയും ചെയ്യും. അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യോ? ഹാ, എപ്പ ചെയ്തു ചോദിച്ചാ മതി. ഇവിടുത്തെ തമ്പുരാട്ടിക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റിച്ചാ പണിയാ. എനിക്കിപ്പൊ തന്നെ കുറെ വാണിംഗ് കിട്ടിയിട്ടുള്ളതാ. എന്നാ വേണ്ട, അയാള് വരട്ടെ അപ്പച്ചി. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ നോക്കാം. എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും പണി ഞാൻ കൊടുത്തിരിക്കും. ഓക്കെ മോളെ, അത് മതി. പറ്റുന്ന പോലെ ചെയ്യും. നിനക്ക് കുഴപ്പമുണ്ടാവരുത്, എനിക്ക് അത്രേ ഉള്ളൂ. അത് ഞാൻ സൂക്ഷിച്ചോളാം അപ്പച്ചി. അത് മതി. അപ്പൊ ശരി മോളെ. ശരി അപ്പച്ചി. അതെന്ത് ചക്കയൊക്കെ ആയിട്ട്? ഓ, അതാകുമ്പോ കാശ് മുടക്കില്ലല്ലോ. അതായിരിക്കും ചുമന്നോണ്ട് ഇങ്ങി പോരുന്നത്.